കഴിഞ്ഞ പടത്തിൽ സുമിയുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു, പ്രത്യേകിച്ചും ക്ലൈമാക്സ്. ക്യാമ്പസിലൊക്കെ സുമിയാണല്ലോ താരം. വാസുദേവൻ ആ സിനിമ കണ്ടിരുന്നു. ഞാനിപ്പോ ഷോപ്പിലാണ്. ഓക്കെ, ബ്രേക്ക് ആവുമ്പോൾ തിരിച്ചു വിളിക്കാം. സാറേ, അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ സാറേ? ഐഡിയ മനുഷ്യനോട് രണ്ടിന് പോകാൻ സ്ഥലം കാണാത്തന്നെ ടെൻഷനില്ല. അതിന്റെ ഇടയ്ക്കാ തന്റെ ഒരു സീൻ. ഇവിടെ എവിടെയെങ്കിലും വെളിക്കിരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് അന്വേഷിക്കണോ? സഹസംവിധാനാന്ന് പറഞ്ഞു നടക്കുന്നത്. പോടോ. ഓ, രാവിലെ കഴിച്ച മുട്ടയുടെ ആയിരിക്കും. ഞാൻ കുറച്ച് സെലക്റ്റീവ് ആവുന്നു. അല്ലാതെ നിലനിൽപ്പില്ല. എന്താ തന്റെ അഭിപ്രായം? റോഡിൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടോ? ഉണ്ട് സാർ. അടുത്ത സ്റ്റേഷനിൽ അറിയിക്കാതെ എങ്ങനെയാണോ പെർമിഷൻ കിട്ടുന്നത്? സാർ, ഞാൻ മാനേജർ. താൻ എന്ത് മാനേജറാണോ? സാർ, ശരിക്കും മാനേജർ അല്ല സാർ. അപ്പൊ താനാരാ? ഞാനിവിടെ ചായ എടുക്കാൻ നിന്ന പയ്യനാ സാർ. ഡയറക്ടർ സാർ പറഞ്ഞു മെമ്പർഷിപ്പ് ഇല്ലേ, അതുകൊണ്ട് മാനേജറായി നിൽക്കാൻ. ഓഹോ, ആരാടോ തന്റെ ഈ ഡയറക്ടർ? സാർ കേട്ടിട്ടില്ലേ? ജസ്പാൽ റാണ. ആരെ കാണുന്ന? ജസ്പാൽ റാണ. കേട്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കേട്ടു. കേട്ടിട്ടൊരു ഷക്കീല പടത്തിന്റെ ഡയറക്ടറുടെ പേര് പോലെയുണ്ട്. വിളിക്കണേ. എന്താ സാർ ഷക്കീല എന്ന് പറഞ്ഞപ്പോ ഒരു പുച്ഛം? സാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ തകർന്നടിഞ്ഞ മലയാള സിനിമയെ താങ്ങി നിർത്തിയിരുന്നതേ ഈ ഷക്കീലയുടെ അഴിവുകളായിരുന്നു. എന്താ സാർ വേറെ പ്രശ്നം? പബ്ലിക് റോഡിൽ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഓഹോ, റോഡാരുടെ തന്തയുടെ വകയൊന്നുമല്ലോ. പെർമിഷൻ ഇല്ലാതെ റോഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ആരാണ് ഇവിടുത്തെ എസ് ഐ? പുതിയ ആളാ. അതാ കുഴപ്പം. താൻ ആ ഫോൺ എടുത്ത് എസ് ഐ വിളിക്ക്, ഞാൻ സംസാരിക്കാം. ഇങ്ങാട്ടേട് ബാലൻസ് കുറവാ സാർ. സാർ, ഞാൻ നാരായണനാണ്, ഹെഡ് കോൺസ്റ്റബിൾ. ലൊക്കേഷൻ ഉണ്ട് സാർ. ഡയറക്ടറിന് സാറിനോടോ സംസാരിക്കണമെന്ന്. പേരോ? ജസ്പാൽ റാണ. അങ്ങനെയാണ് പേര്. സാറിനറിയോ? ഞാൻ കൊടുക്കാം സാർ. ഹലോ, ഡയറക്ടർ ജസ്പാൽ റാണ സ്പീക്കിംഗ്. നമസ്കാരം സാർ. അല്ല, പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓ, ഞാൻ നേരിട്ടൊന്ന് എഴുതി തരണോ? ഓ ഷുവർ, ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. ഓ, താങ്ക് യു. അദ്ദേഹത്തിന് എന്നെ നല്ലതുപോലെ അറിയാം. ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് വന്നാ മതി. ഞാനൊന്ന് എഴുതി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ. ആയിക്കോട്ടെ, നമുക്കിപ്പോ തന്നെ പോയേക്കാം. അവിടെയാണെങ്കിൽ ബാത്റൂമും ഉണ്ട്, രണ്ടും നടക്കും. ഓഹോ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതെ, കൊള്ളാം. കേറിയോ? അങ്ങോട്ട് കേറിക്കോ. ഞാനൊരു സിനിമാ സംവിധായകനാണ്. ഭവനക്കുട്ട, വണ്ടി വിടെ. താനോ? താൻ ഇന്നലെ എന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു വന്നല്ലേ? എന്താ ഈ വേഷത്തില്? ഇവിടെ എന്താ പരിപാടി? എനിക്കിവിടെ ചെറിയൊരു റോളുണ്ട്. ഞാൻ ഈ സ്റ്റേഷനിലെ എസ് ഐ ആണ്. സാർ എഴുന്നേറ്റാട്ടെ, എഴുന്നേറ്റാട്ടെ, എഴുന്നേക്കണം. തന്റെ അടുത്ത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ചാൻസ് ചോദിച്ചു വന്നപ്പോ താൻ എന്താ പറഞ്ഞത്? അനുഭവങ്ങൾ വേണം. അനുഭവങ്ങൾ ഇല്ലാത്തവൻ ഒരു സിനിമാ സംവിധായകൻ പോയിട്ട് ഒരു പ്രൊഡക്ഷൻ ബോയ് പോലും ആകാൻ പറ്റത്തില്ലെന്ന്. താൻ ചെയ്ത സിനിമകളൊക്കെ ഞാനും കണ്ടിട്ടുള്ളത്. ഏത് സിനിമയാണോ ഒരു 2 ദിവസമെങ്കിലും ഓടിയിട്ടുള്ളത്? ഇല്ല. തനിക്ക് എന്ത് അനുഭവമാണോ ഉള്ളത്? ഒരനുഭവം ഇല്ല. ഞാൻ തനിക്ക് നല്ലൊരു അനുഭവം തരട്ടെ. തരൂ, പ്ലീസ് തരൂ. ഇത് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും, എന്റെയും. ഈ അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നല്ലൊരു സിനിമ എടുക്കും. മൂത്രം ഇനി ഏതുവഴി ഒഴിക്കുവാവോ? അമ്മേ മഹാമായെ രക്ഷിക്കണേ. ദേവി മഹാമായെ രക്ഷിക്കണേ. അമ്മേ മഹാമായെ രക്ഷിക്കണേ. എന്റെ ദേവി! ഒരു സിനിമാ സംവിധായകനാകാൻ ആഗ്രഹിച്ച് ഒടുവിൽ ഒരു പോലീസുകാരനാകേണ്ടി വന്നവനാണ് ഞാൻ. ദേവി, പോലീസ് പണി നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാക്കിക്കുള്ളിലെ കലാകാരനെ എന്നാണാവോ ജനം തിരിച്ചറിയുന്നത്? ഇന്നു മുതൽ ഞാൻ അനുഭവങ്ങൾ തേടി ഇറങ്ങുകയാണ്. നല്ല നല്ല പുതിയ പുതിയ അനുഭവങ്ങൾ എന്റെ കൺമുമ്പിൽ കാണിച്ചു തരണേ എന്റെ ദേവി. ഒരു സിനിമാ സംവിധായകനാകാനുള്ള അനുഭവങ്ങൾ തരണേ. 10 രൂപ കൊടുത്ത് വാങ്ങിയ തേങ്ങ ഞാൻ നിനക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. എല്ലാം മംഗളമാക്കി തരണേ എന്റെ ദേവി.
ഡേ ദേവിയെ വല്ലാണ്ടങ്ങ് ഡിസ്റ്റർബ് ചെയ്യണ്ട, പതുക്കെ വിളിച്ചാൽ കേക്കും. രക്ഷിക്കണേ. തേങ്ങ പൊട്ടിയില്ലല്ലോ. സോറി, ഏത് പോലീസുകാരനും ഒരബദ്ധം പറ്റും. താങ്ക് യു, താങ്ക് യു. എന്താ പേര്? സുധാകരൻ. സുധാകരൻ. ഓ, ഞാൻ ആകെ അങ്ങ് ഭയന്നു പോയി. സോറി കേട്ടോ, സോറി. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അടി കൊടുത്തുള്ള അനുഭവമേ ഇതുവരെ എനിക്കുള്ളൂ. ആദ്യമായിട്ടാണ് അടി കിട്ടിയ അനുഭവം. ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്നെ അടിയാ ദേവി അവൻ അടിച്ചത്. വല്ലാത്തൊരു അനുഭവമായി പോയി ദേവി. മഹാമായ. ഓ